കാര്യവട്ടത്ത് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് നികുതി വർധനവിൽ കായിക മന്ത്രി അബ്ദുൾ റഹ്മാന്റെ പ്രതികരണത്തിനെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. വരേണ്യവർഗത്തിന് സൗകര്യം ചെയ്യുന്ന സർക്കാരാണോ ഇതെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. കായിക മന്ത്രിയുടെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഒരു പൊതുപ്രവർത്തകന്റെ നാവിൽ നിന്ന് ഇത് വരിക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണെന്ന് പറയാം. മുഖ്യമന്ത്രിക്ക് നാണമുണ്ട്. ഒരു മണിക്കൂർ ഇരുത്താൻ പാടില്ലല്ലേ മന്ത്രിസഭയിൽ? പട്ടിണി കിടക്കുന്നവനെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ച ഒരു മന്ത്രിയെ ഒരു മണിക്കൂർ ഇരുത്താൻ പാടില്ല മുഖ്യമന്ത്രി. എനിക്ക് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കാനുള്ളത്, എന്താണ് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, CPM-ന്? പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടി ആണല്ലോ പാർട്ടി ഉണ്ടാക്കിയതെന്ന് പറയുന്നു. നാണമുണ്ട് അവർക്ക്. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് നീതീകരിക്കാൻ കഴിയില്ല. പാവപ്പെട്ടവനും ക്രിക്കറ്റ് കാണാൻ കഴിയണം. KCAയും സർക്കാരും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതവർ പരിഹരിക്കണം. ജനങ്ങളുടെ മേലല്ല പഴി ചാരേണ്ടതെന്നും രമേശ് ചെന്നിത്തല MLA വിമർശനം ഉന്നയിച്ചു. അല്ല, അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യം, അത് പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഗവൺമെന്റും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവരത് പറഞ്ഞ് പരിഹരിക്കണം. അല്ലാണ്ട് പാവപ്പെട്ടവൻ കളി കാണരുത് എന്ന് പറയുന്ന മന്ത്രിയുടെ നിലപാടിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം അത് പിൻവലിക്കുകയും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കൂടി കളി കാണാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. പട്ടിണി കിടക്കുന്നവർ കളി കാണാൻ പോകണ്ടെന്നായിരുന്നു വിനോദ നികുതി 5% നിന്ന് 12% ഉയർത്തിയതിനെ കായിക മന്ത്രി വി. അബ്ദുൾ റഹ്മാൻ ന്യായീകരിച്ചത്. യോഗനാഥം ന്യൂസ്, തിരുവനന്തപുരം.